ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് ചിക്കൻ സമൂസ തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. വീഡിയോയ്ക്ക് മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ആദ്യം ഇതിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ഒരു പാൻ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ മീഡിയം സൈസിലുള്ള 3 സവോള ചെറുതായിട്ട് അരിഞ്ഞതും 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് ചേർക്കാം. ഞാൻ ഇതിലേക്ക് 3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുവാണ്. ഒരു തണ്ട് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് സവാള വഴറ്റിയെടുക്കാം. സവാള ഒത്തിരി അങ്ങ് വാടി വരേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് സോഫ്റ്റായിട്ട് വന്നാൽ മതിയാകും. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 200 ഗ്രാം ചിക്കനാണ്. അപ്പോൾ ചിക്കൻ വേവിക്കാനായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ്, അതുപോലെ കുരുമുളക് പൊടി, വെള്ളം ചേർത്ത് വേവിച്ചെടുക്കുക. ചിക്കൻ നല്ല സോഫ്റ്റായിട്ട് വരുന്നവരെ വേവിച്ചെടുക്കുക. ചിക്കൻ വെന്തതിന് ശേഷം തണുത്തിട്ട് ഒരു ചോപ്പറിലിട്ട് ഞാനിവിടെ ചോപ്പ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ കൈ വെച്ചിട്ട് പൊടിച്ചെടുക്കുക, അല്ലെങ്കിൽ കത്തി വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്താലും മതി കേട്ടോ. ചിക്കൻ കുക്ക് ചെയ്ത സമയത്ത് നമ്മളതിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് വേണം സവോളയിലേക്ക് ഉപ്പ് ചേർക്കാനായിട്ട്. അപ്പോൾ ഇതാ സവോള സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 3/4 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ചേർക്കുവാണ്. അതോടൊപ്പം ഇതിലേക്ക് ഞാൻ 3 ടേബിൾ സ്പൂൺ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള മല്ലിയില ചേർക്കുവാണ്. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ പൊടികളുടെ ഒരു പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. എരിവിന് വേണ്ടിയിട്ട് ഞാനിതിലേക്ക് മുളക് പൊടി ചേർത്തിട്ടില്ല, പകരം കുരുമുളക് പൊടി, ചിക്കൻ മസാല, പച്ചമുളകാണ് ചേർത്തിട്ടുള്ളത്. കുരുമുളക് പൊടി ഈ ഒരു ഫില്ലിങ്ങിന് ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ, പകരം ചിക്കൻ വേവിച്ച സമയത്ത് 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഞാനതിൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ പൊടികളുടെ ഒരു പച്ചമണം നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. 200 ഗ്രാം ചിക്കൻ, കുറച്ച് മഞ്ഞൾ, ഉപ്പ്, കുരുമുളക് പൊടി, വെള്ളം ചേർത്ത് വേവിച്ചെടുത്തിട്ട് തണുത്തതിന് ശേഷം ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തെടുത്തതാണ്. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഈ ഒരു മസാലയായിട്ട് നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടുന്നത് വരെ ഇതുപോലെ ഇളക്കിയെടുക്കാം. നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം ഉപ്പ് നോക്കാം, വേണമെന്നുണ്ടെങ്കിൽ പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ ഗരം മസാല ചേർക്കുവാണ്. നിങ്ങളുടെ ടേസ്റ്റിനും ഫ്ലേവറിനനുസരിച്ചിട്ട് ഗരം മസാല ചേർത്ത് കൊടുക്കുക. ഗരം മസാലയും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിൽ 4 മിനിറ്റോളം ഒന്ന് അടച്ച് വെക്കാം. അപ്പോഴേക്കും ഈ ഒരു മസാലയെല്ലാം ചിക്കനിലേക്ക് നന്നായിട്ട് പിടിച്ച് കിട്ടും. ഇനി നമുക്കിത് തുറന്നിട്ട് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്കിനി ചൂടാറാനായിട്ടൊന്ന് മാറ്റി വെക്കാം. തണുത്തതിന് ശേഷം വേണം നമുക്ക് സമൂസ റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഇതാ ഫില്ലിംഗ് ഒക്കെ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ റെഡിമെയ്ഡ് സമൂസ ഷീറ്റ് വെച്ചിട്ടാണ് റെഡിയാക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു റെഡിമെയ്ഡ് സമൂസ ഷീറ്റ് നമ്മളത് ഫ്രീസറിലാണല്ലോ സ്റ്റോർ ചെയ്യുന്നത്. അപ്പം 2 മണിക്കൂർ മുന്നെങ്കിലും പുറത്ത് വെക്കാം. അപ്പോൾ ഈ ഒരു ഷീറ്റ് ഒട്ടിക്കാനായിട്ട് നമുക്ക് കുറച്ച് മൈദയുടെ പേസ്റ്റ് വേണം. അപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂൺ മൈദയിലേക്ക് 3 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് നന്നായിട്ട് മിക്സാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതുപോലെ ഓരോ സമൂസ ഷീറ്റ് എടുത്തിട്ട് ഇതുപോലെ നമുക്ക് ഒന്ന് കോൺ ഷേപ്പ് ആക്കി എടുക്കാം. താഴ്ഭാഗം ഒട്ടും ഗ്യാപ്പില്ലാത്ത രീതിയിൽ നല്ല ടൈറ്റായിട്ട് വേണം ഇതുപോലെ കോൺ ഷേപ്പ് ആക്കി എടുക്കാനായിട്ട്. ഇനി നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ 2.5 ടേബിൾ സ്പൂൺ ഫില്ലിങ് വെക്കുവാണ്. ഇതുപോലെ ഒന്ന് വെച്ചിട്ട് പ്രസ് ചെയ്തിട്ട് വേണം അടുത്ത സ്പൂൺ വെച്ച് കൊടുക്കാനായിട്ട്. ഇനി നമുക്കിതുപോലെ ഒന്ന് മടക്കിയെടുക്കാം. ഈ ഒരു ഭാഗത്ത് നമുക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു മൈദയുടെ പേസ്റ്റ് നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കാം. ഇനി നമുക്കിത് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഈ ഒരു ഭാഗത്ത് കുറച്ചും കൂടി ആ ഒരു മൈദയുടെ പേസ്റ്റ് തേച്ചിട്ട് അതും കൂടെ നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കാം. അപ്പോൾ അതായത് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ എല്ലാം ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം.
അപ്പോൾ ഞാൻ ചീനച്ചട്ടിയിലേക്ക് ഫ്രൈ ചെയ്യാൻ പാകത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് ഓരോന്നും എണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. സമൂസ നമുക്ക് ഫ്രീസ് ചെയ്യാവുന്നതാണ് കേട്ടോ. നമുക്ക് ഒരു ടിന്നിലാക്കി ഫ്രീസറിൽ സ്റ്റോർ ചെയ്യാം. അപ്പോൾ നമുക്കത് ആവശ്യാനുസരണം എടുത്തിട്ട് ഫ്രൈ ചെയ്യാവുന്നതാണ്. അതായത് രണ്ട് സൈഡും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കിയിരിക്കുന്നതെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ സമൂസയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോയ്ക്ക് മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ.